ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അത്ഭുത വചന കൊന്തയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ കേൾക്കും. അപ്പോൾ ഈ വചന കൊന്ത എന്താണെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സാധാരണ കൊന്ത ചൊല്ലുന്നത് പോലെ തന്നെയാണ് ഇത് ചൊല്ലുന്നത്. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ ഇത് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ഭാഗത്ത് ഈ വചനം ചൊല്ലുക. നെക്സ്റ്റ് നമ്മൾ 10 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ഭാഗത്ത് നമ്മൾ സങ്കീർത്തനങ്ങൾ 127 അധ്യായം 3 തിരുവചനം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലുകയാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ നമ്മൾ സാധാരണ കൊന്ത ചൊല്ലുന്നത് പോലെ തന്നെ ഇത് ചൊല്ലുക. അതിനുശേഷം നമ്മൾ കർത്താവെ അങ്ങയുടെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ, എങ്കിലും എൻ്റെ ഹിതം അല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് ചൊല്ലി നമ്മൾ ഒന്നാമത്തെ രഹസ്യം കംപ്ലീറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ രഹസ്യം വീണ്ടും നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലവും സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നുള്ളത് ചൊല്ലിയതിന് ശേഷം നന്മ നിറഞ്ഞ മറിയം എന്നുള്ളിടത്ത് യെശയ്യാ 66 അധ്യായം 9 തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ച പ്രസവം ഉണ്ടാവാതിരിക്കുമോ, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നമ്മൾ 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം കർത്താവെ അങ്ങയുടെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ, എങ്കിലും എൻ്റെ ഹിതം അല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ എന്ന് നമ്മൾ ചൊല്ലുന്നു. പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നുള്ള ചൊല്ലുക. അതിനുശേഷം നമ്മൾ 10 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ഭാഗത്ത് സങ്കീർത്തനങ്ങൾ 113 അധ്യായം 9 തിരുവചനം, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ എന്നുള്ളത് നമ്മൾ 10 തവണ ചൊല്ലുക. അതിനുശേഷം വീണ്ടും കർത്താവെ അങ്ങയുടെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ എന്ന് നമ്മൾ ചൊല്ലി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വീണ്ടും നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള അവിടെ ദൈവത്തിൻ്റെ വചനം സജീവോർജ്ജസ്വലവുമാണെന്നുള്ള ചൊല്ലുന്നു. അടുത്ത വചനം നമ്മൾ പഠിക്കുന്നത് 10 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും 30 അധ്യായം 22 തിരുവചനം, ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ 10 തവണ കൊന്ത ചൊല്ലുകയാണ്. അതിനുശേഷം നമ്മൾ കർത്താവെ അങ്ങയുടെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ, എങ്കിലും എൻ്റെ ഹിതം അല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ചൊല്ലുക. വീണ്ടും സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നുള്ളത് നമ്മൾ ചൊല്ലുക. പിന്നെ 10 നന്മ നിറഞ്ഞ മറിയം എന്നുള്ള ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 26 അധ്യായം 24 തിരുവചനം, ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹാത്തിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ദാസനായ അബ്രാഹാത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് 10 തവണ ചൊല്ലിയതിനു ശേഷം കർത്താവെ അങ്ങയുടെ നാമത്തിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ അത്ഭുത വചന കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളറിയുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് എത്തിക്കുക. ഒരുപാട് പേർക്ക് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമായിരിക്കും. ദൈവം അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ഇടുക. അത് മറ്റുള്ളവർക്ക് അത് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രചോദനമായിരിക്കും അത് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.